ഹാപ്പി വിമൻസ് ഡേ. മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ. സ്ത്രീകളുടെ അച്ചീവ്മെന്റിന്റെ ഒരു സെലിബ്രേഷൻ മാത്രമാണോ? അല്ല, ഇതൊരു റിമൈൻഡറും കൂടിയാണ്. സ്ത്രീകളുടെ ആരോഗ്യം, അതിനു വേണ്ട കെയറും അറ്റൻഷനും പ്രയോറിറ്റിയും ഡിസേർവ് ചെയ്യേണ്ടെന്നുള്ള ഒരു റിമൈൻഡറും കൂടിയാണ്. ഒരു ആരോഗ്യമുള്ള സ്ത്രീ ഉണ്ടെങ്കിൽ ഒരു ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാവുന്നു. ഒരു ആരോഗ്യമുള്ള കുടുംബം ഉണ്ടാവുമ്പോഴാണ് ഒരു ആരോഗ്യമുള്ള സൊസൈറ്റിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്ത്രീകൾ പല റോളാണ് ചെയ്യുന്നത്. ഒരു അമ്മയുടെ റോള്, ഭാര്യയുടെ റോള്, മകളുടെ റോള്, ഒരു സിസ്റ്ററിന്റെ റോള്. ഇതൊന്നും കൂടാണ്ട് പ്രൊഫഷണലി വലിയ വലിയ പൊസിഷൻസിൽ ഇരുന്നിട്ടും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എല്ലാവരെയും കെയർ ചെയ്യുമ്പോഴും എല്ലാവരുടെ കാര്യം നോക്കുമ്പോഴും സ്ത്രീ എന്നും മറന്നുകൊണ്ട ഒരു കാര്യമാണ് അവനവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട്. ഹെൽത്ത് എന്നും സ്ത്രീക്ക് ഒരു ലാസ്റ്റ് പ്രയോറിറ്റിയാണ്. സ്ത്രീയുടെ ശരീരം പലതരത്തിലുള്ള മാറ്റങ്ങളിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഒരു പ്യൂബർട്ടി ടൈമിൽ, ഒരു പ്രഗ്നൻസി ടൈമിനകത്ത്, ഒരു മദർഹുഡ്, ഒരു അമ്മയാവുന്ന സമയത്ത്, ഒരു മെനോപോസ് സമയത്ത്, ഒരു പെരി മെനോപോസ് സമയത്ത്, എല്ലാ സമയത്തും ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹോർമോണൽ ചേഞ്ചസ്, ഇമോഷണൽ ചേഞ്ചസ്, ന്യൂട്രീഷണൽ ചേഞ്ചസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടാവുന്നു. പ്രോപ്പർ കെയർ ശരീരത്തിന് കൊടുക്കുന്നുണ്ടോ? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? സ്ട്രെസ് മാനേജ് ചെയ്യുന്നുണ്ടോ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടുന്നുണ്ടോ? ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ? വേണ്ട രീതിയിലുള്ള പ്രോട്ടീനും അയണും വൈറ്റമിൻസ്, മിനറൽസ്, കാൽഷ്യം ഇതൊക്കെ കിട്ടുന്നുണ്ടോ? ഇതൊന്നും സ്ത്രീകളിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. സാധാരണ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളത് അനീമിക് ആവാറുണ്ട്, ഒബേസിറ്റി വരാറുണ്ട്, ഡയബറ്റിക് ആവാറുണ്ട്, തൈറോയിഡിന്റെ PCOD ഇഷ്യൂസ് വരാറുണ്ട്. ഇവർ ഒരു ഏജ് കഴിയുമ്പോൾ ബോൺ റിലേറ്റഡ് ഇഷ്യൂസിലേക്ക് എത്താറുണ്ട്. ഏർലി അവയർനെസ്സും ഒരു പ്രിവെന്റീവ് കെയറും ഉണ്ടെങ്കിൽ വലിയൊരു മാറ്റമാണ് സ്ത്രീകളുടെ ഹെൽത്തിൽ ഉണ്ടാക്കുന്നത്. ഒരു വേണ്ട പോഷക സപ്പോർട്ട്, ഒരു വേണ്ട ന്യൂട്രിയൻ സപ്പോർട്ട് അതാത് സമയങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലക്ഷറി ഒന്നും അല്ല, അതൊരു സെൽഫിഷ്നെസ്സും അല്ല, അതൊരു നെസസിറ്റിയാണ്, അതൊരു വൈസ് ഡിസിഷനുമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു ഹെൽത്തി ജനറേഷൻ ഉണ്ടാക്കുന്നു. ഈ ഒരു വിമൻസ് ഡേയിൽ സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള 3-4 പ്രോഡക്റ്റ് ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തണു. സ്ത്രീകളുടെ ഒരു സുഹൃത്തായ വുമൺ കമ്പാനിയൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മാസത്തെയും മെനസ്ട്രൽ സൈക്കിൾ ഇന്ന് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കാണ് ഇന്നത്തെ പുതിയ ജനറേഷനിൽ. നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭക്ഷണ രീതി എല്ലാം നമ്മുടെ ആരോഗ്യത്തെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളടക്കം, ഇന്ന് ചെറിയ പ്രായത്തിൽ വയസ്സറിയിക്കുന്ന കുട്ടികളടക്കം അവർ ഓരോ മാസവും ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയൊന്നുമല്ല. ഈ ഒരു ഘട്ടത്തിൽ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ കോമ്പിനേഷൻസ് ഓഫ് ഹെർബ്സ് നാച്ചുറൽ വേയിൽ സൈഡ് എഫക്ട്സ് ഇല്ലാണ്ട് ഒരു സ്ത്രീയുടെ യൂട്രസിന്റെ ആരോഗ്യം എല്ലാ രീതിയിലും, അത് പീരിയഡ് സൈക്കിളായാലും വൈറ്റ് ഡിസ്ചാർജിന്റെ കാര്യത്തിലാണെങ്കിലും മൂഡ് സ്വിങ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഹോർമോൺ ഇംബാലൻസ് ഇല്ലാണ്ടിരിക്കുക, എല്ലാ രീതിയിലും ഒരു യൂട്രസിന്റെ ഹെൽത്ത് ഒരു പ്യൂബർട്ടി ടൈം മുതൽ ഒരു മെനോപോസ് ടൈം വരെ ഹെൽത്തി ആയിട്ടൊരു മെനോപോസ് ഉണ്ടാവാൻ, അതായത് പീരിയഡ്സ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, നമ്മുടെ യൂട്രസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് വുമൺ കമ്പാനിയൻ. അതിന്റെ കോമ്പിനേഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡീറ്റെയിൽഡ് വീഡിയോ ഫസ്റ്റ് കമന്റിൽ ഇട്ടിട്ടുണ്ടാവും. പാരമ്പര്യമായിട്ട് സ്ത്രീകളുടെ യൂട്രസ് കണക്റ്റഡ് ആയിട്ടുള്ള ആരോഗ്യത്തിന് ഉപയോഗിക്കുന്ന ഹെർബ്സ് ആയ ലോദ്ര, അശോക, ബാല, അരമഞ്ഞള്, പുനർനവ, അതായത് തഴുതാമ, ഇത്രയും കോമ്പിനേഷൻസ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ഒരു പ്രൊഡക്റ്റാണ് വുമൺ കമ്പാനിയൻ. വയസ്സറിയിക്കുന്ന പ്രായം മുതൽ മെനോപോസ് വരെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസിനെ മാറ്റാൻ വളരെയധികം സഹായിക്കുന്നു. കൂടാണ്ട് പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പീരിയഡ്സ് ആകുമ്പോൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി നാപ്കിൻ. എത്രയോ വിശ്വാസത്തോടെ അമ്മമാർ കുട്ടികളുടെ കയ്യിലേക്ക് ആദ്യമായിട്ട് വയസ്സറിയിക്കുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സാനിറ്ററി നാപ്കിൻ എത്രത്തോളം ദോഷം ചെയ്യേണ്ടെന്നുള്ളതിന് മുമ്പുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഡയോക്സിൻ എന്ന് പറഞ്ഞ മാരകമായ ഒരു വിഷമാണ് മിക്കവാറും നമ്മുടെ സാനിറ്ററി നാപ്കിൻസിൽ അടങ്ങിയിരിക്കുന്നത്. അത് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നു. ഇതൊന്നും അറിയാണ്ട് എത്ര വിശ്വാസത്തോടു കൂടിയാണ് കുട്ടികൾ ആ പാഡ് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യണേ. നമ്മളും അതിനെപ്പറ്റി അവെയറല്ല. അതും ഇന്നത്തെ ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല കമ്പനിയുടെ നല്ല പാഡ് നമുക്ക് കുട്ടികൾക്ക് സേഫായിട്ട് തുണി പോലെ യൂസ് ചെയ്യാൻ പറ്റണം സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി ഉപയോഗിക്കണം. അത് ഏതാണെന്നുള്ളത് ന്യൂ വുമൺ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് ഈ കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് വെജൈനൽ ഹെൽത്ത്, നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കാണ്ട് പോണ കാര്യം. പണ്ടത്തെ കാലത്ത് ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന അവിടെ നിറവയറോടുകൂടെ നിൽക്കുന്ന അമ്മയാവാൻ പോകുന്ന സ്ത്രീകൾ, അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്ന് മറിച്ച് ചെറുപ്രായത്തിലുള്ള കൊച്ചു പെൺകുട്ടികളെ കൊണ്ട് അമ്മമാർ ഈ ഗൈനക്കോളജി വരാന്തകൾ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടിട്ട് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇന്ന് മോശമായി വന്നുകൊണ്ടിരിക്കുന്നു. പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കുട്ടികളിൽ എങ്ങനെ വരണോ, ഇത് മുഴുവനും ഒരു കാലഘട്ടത്തിൽ വീട്ടിലെ അമ്മമാർക്ക് അറിയായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. ഇവിടെയും ഞാൻ ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയണേ, നിങ്ങൾ അമ്മമാർ നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത്, നമ്മുടെ ഓരോരുത്തരുടെ ഹെൽത്തും ടേക്ക് കെയർ ചെയ്യാൻ നാച്ചുറൽ രീതിയിൽ നമ്മുടെ
നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇന്നുണ്ടായിരുന്നു. നമ്മൾ ഈ വിമൻസ് ഡേയുടെ അന്ന് ഞാൻ ഓരോ അമ്മമാരോടും ഓരോ സ്ത്രീകളോടും ഞാൻ പറയുന്നു, നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം, നമ്മുടെ മക്കളുടെ ആരോഗ്യം അതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ട നമ്മൾ ഓരോ സ്ത്രീകളും തന്നെയാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ദുരന്തത്തിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് പഴയ അമ്മമാരുടെ അറിവുകൾ നമുക്കിന്നില്ല? നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല. പണ്ടത്തെ കുറേ അറിവുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് പല രൂപത്തിലായിട്ട് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് ഞാൻ വുമൺ കമ്പാനിയനെ പറ്റി ഇവിടെ പറഞ്ഞത്. വെജൈനൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്ന് നമുക്കറിയാം പല രീതിയിലുള്ള ഇൻഫെക്ഷൻസും ശരീരത്തിൻ്റെ ഏതൊരു ഭാഗം പോലെ തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സും വളരെയധികം ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം എന്നുള്ളത് ഇന്ന് കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷണൽ ഭാഗമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇന്ന് പലതരം കെമിക്കൽ അടങ്ങിയ സോപ്പുകളും സൊല്യൂഷൻസും യൂസ് ചെയ്തിട്ട് വെറ്ററൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല അസുഖങ്ങളിലേക്ക് മാറണം എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇൻറ്റിമേറ്റ് ഏരിയയിലെ pH എന്ന് പറയുന്നത് 3.5 to 4.5 എന്നുള്ളൊരു വാല്യൂവിലാണ്. അതിനകത്ത് വ്യത്യാസം വന്നാൽ നല്ല ബാക്ടീരിയ നശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ചീത്ത ബാക്ടീരിയയെ അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ ഒരു സ്ത്രീയുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള വുമൺ കമ്പാനിയനും ഏറ്റവും നല്ല രീതിയിൽ സേഫായിട്ട് ഡയോക്സിൻ ഫ്രീ ആയിട്ട് ആൻഡ് ക്യാൻസർ കോസിങ് മെറ്റീരിയൽസ് ആയിട്ടുള്ള പാഡ് യൂസ് ചെയ്യാണ്ട് ഇൻറ്റിമേറ്റ് ഏരിയ അതിൻ്റെതായ രീതിയിൽ ഹെൽത്തി ആയിട്ടും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ബേസിക് ആയിട്ടുള്ളൊരു ഹെൽത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ടാണ് ഇവിടെ ഉണ്ടാവുന്നത്. ജീവിതത്തിൻ്റെ 10-40 വർഷത്തോളം സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നമാണ് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന നല്ല പ്രോഡക്റ്റുകളെ തേടിയുള്ള ഒരു യാത്രയും അതേപോലെ നമ്മുടെ പ്രൈവറ്റ് ഏരിയ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വെക്കുക എന്നുള്ളതും ഇത് കുട്ടികളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വുമൺ കമ്പാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റും ന്യൂ വുമൺ എന്ന് പറയുന്ന സാനിറ്ററി നാപ്കിനും പ്രൈവി വാഷ് എന്ന് പറയുന്ന ഇൻറ്റിമേറ്റ് ഏരിയയുടെ ഹെൽത്തിനുള്ളതുമായിട്ടുള്ള ഈ 3 പ്രോഡക്റ്റും ഈ ഒരു ഇൻ്റർനാഷണൽ വിമൻ ഡേയിൽ ഞാൻ നിങ്ങളെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ എടുക്കേണ്ട. ഈ ഇൻ്റർനാഷണൽ വിമൻ ഡേ നമ്മൾ ഓരോരുത്തരും ഒരു പ്രോമിസ് നമുക്ക് തന്നെ കൊടുക്കുക. എൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് എൻ്റെ ശക്തിയാണ്, അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ അതിന് അർഹനുമാണ്. മൈ ഹെൽത്ത് ഇസ് മൈ സ്ട്രെങ്ത്, ഐ ഡിസേർവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ഇന്നലെ വരെ എന്തും ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് മുതൽ ഞാനൊരു മാറ്റത്തിന് തയ്യാറാവുകയാണ്. Whatever it is till yesterday, let's change. Start your journey today. This is Vidhu Hardas, certified nutritionist. Wish you all a very, very happy Women's Day. And let's create a community of healthy women, healthy society and a healthy future. Thank you. Bye-bye.